ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ രശ്മി. ഞാൻ രാജ്. നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ കാർ മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ലൈക്ക് മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ദ US, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പം നമ്മൾ ഇന്ത്യൻസിന് ഡിസേർവ് ചെയ്യണ കാർസ് ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇന്ത്യൻസിന് ഡിസേർവ് ചെയ്ത കാർസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഫോറിൻ മാനുഫാക്ചേഴ്സിൻ്റെ ഞാൻ പറയുന്നത്. പണ്ട് നമ്മുടെ ഒരു അംബാസഡർ അല്ലെങ്കിൽ ഒരു പ്രീമിയർ പത്മിനിയുടെ ഒരു കാലം കഴിഞ്ഞിട്ട് നമ്മൾ മാരുതി സുസുക്കി വന്നു, മാരുതി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സായ ടാറ്റ, മഹീന്ദ്ര, അവർ ഇനിഷ്യലി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്ത്യക്ക് അങ്ങനെ മഹീന്ദ്രയുടെ പല പല റെനോയായിട്ട് ചേർന്നുള്ള വണ്ടികളൊക്കെ വന്നു. അവർ ഒരുപാട് ഇവോൾവ് ചെയ്ത് നൗ ദേ ഹാവ് ഒരു വേൾഡ് ക്ലാസ് മാനുഫാക്ചേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ മാനുഫാക്ചേഴ്സ്, ഈ പറയുന്നതൊക്കെ ഹോണ്ട ആയാലും ഫോക്സ് വാഗൻ ആയാലും, അവരൊക്കെ നല്ല വണ്ടികൾ നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട്. ഇനിഷ്യലി അവർ ഇപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഹോണ്ടയുടെ ഫസ്റ്റ് ജനറേഷൻ സിറ്റി, പിന്നെ നമ്മുടെ ഹോണ്ട സിവിക്, അക്കോർഡ്, CR-V, ഇതൊക്കെ നല്ല വണ്ടികളായിരുന്നു. പക്ഷെ നമ്മുടെ ആൾക്കാർ അത് നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ വിചാരിച്ചെടുക്കുക ഹോണ്ടയ്ക്ക് അത് വിൽക്കാൻ പറ്റിയില്ല. ഈവൻ പ്രൈസിങ് ശരിയാത്തതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് അപ്പോൾ പ്രിപ്പയർഡ് ആയിരുന്നില്ലയോ ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കാനായിട്ട്. ബിക്കോസ് നമ്മൾ വണ്ടി എന്താ പറയുക, നമ്മുടെ ആ ഒരു ജനറേഷൻ ഇവോൾവ് ചെയ്ത് വരുന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഒരു സ്കൂട്ടറിൽ നിന്ന് ഒരു കാർ മേടിക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു വലിയ ജീവിതകാല സ്വപ്നമായിരുന്നു. ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഒരു വണ്ടിയും കൊണ്ട് നടക്കാമെന്നുള്ളൊരു രീതിയായിരുന്നു. അപ്പോൾ ഈ പുറത്തുള്ള മാനുഫാക്ചർ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി വിൽക്കണ്ടേ? അപ്പോൾ നമ്മുടെ ആ ഇന്നത്തെ ഒരു ജനറേഷൻ കണക്കല്ലായിരുന്നു അന്നത്തെ ജനറേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫോർഡ് വന്നു. ഫോർഡ് ഒരുപാട് നല്ല വണ്ടികൾ നമുക്ക് തന്നു. അതുപോലെ തന്നെ നമ്മുടെ GM ഉണ്ടായിരുന്നു. അവരും നല്ല നല്ല വണ്ടികൾ ഇനിഷ്യലി വന്നു. അവർക്കും സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ത്യക്കാരുടെ ഒരു കുഴപ്പമെന്നറിയോ, ഈ എല്ലാ വണ്ടി ഉള്ളപ്പം ആരും മേടിക്കില്ല. ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ കാര്യം പറയാം. ഫോക്സ് വാഗൻ പോളോ അതൊരു നഷ്ടത്തിലാണ് വിറ്റുകൊണ്ടിരുന്നത്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ ഫോക്സ് വാഗൻ ഓരോ പോളോ വിൽക്കുമ്പോഴും ദേ ആർ മേക്കിംഗ് ലോസ്. മനസ്സിലാവും. അവരും അങ്ങനത്തെ ഒരുപാട് ടൂറാഗ് അങ്ങനെ കുറേ വണ്ടികൾ അവരും കൊണ്ടുവന്നു. അതൊന്നും സക്സസ്ഫുൾ ആയില്ല. നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി ഇവിടുന്ന് പോകത്തില്ലേ, അത് കഴിയുമ്പോൾ ആ വണ്ടി ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഫോർഡിൻ്റെ വണ്ടികൾ, ഇപ്പോൾ ഫോർഡ് എക്സ്പ്ലോറർ, ഫോർഡ് ഇതാണെങ്കിലും എല്ലാവരും ഫോർഡിൻ്റെ വണ്ടികൾ ഉഗ്രം എന്ന് പറഞ്ഞു നടക്കും. അതിരുന്നപ്പോൾ ആരും മേടിച്ചില്ലെന്ന്, ആർക്കും വേണ്ടായിരുന്നത്. ഇപ്പോൾ ടൊയോട്ട ആദ്യം അവർ കൊണ്ടുവന്നിരുന്ന നമ്മുടെ എന്താ പറയുക, ഓൾട്ടീസ് എന്ന് പറയുന്ന കൊറോള ആയിരുന്നാലും ക്യാമറി ഇപ്പോഴും വരുന്നുണ്ട്, ക്യാമറി ആയിരുന്നാലും പല പല നല്ല വണ്ടികൾ അവരും കൊണ്ടുവന്നു. പക്ഷെ ഇതൊന്നും ഇന്ത്യയിൽ അതിനുള്ള ടേക്കേഴ്സ് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. വെച്ചാൽ അതിനുള്ളൊരു വോള്യൂം ഇന്ത്യയിൽ കാണുന്നില്ല. ഇന്ത്യൻ എക്കോണമി വളരുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ഒരു ബൈയിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൈയിങ് പാറ്റേൺ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രൈവിംഗ് എൻതൂസിയാസ് എന്ന് പറയുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. മനസ്സിലായി? വേറൊരു നിഷ് കാറ്റഗറി മാത്രമേ ഉള്ളൂ. കുറവായ കാരണമാണോ അതോ ഈ പ്രൈസിങ്ങിന്റെ ഇഷ്യൂ ആണോ? പ്രൈസിങ്ങിന്റെ ഇഷ്യൂ, അത് മാത്രമല്ല ഗവൺമെന്റ് ടാക്സസിന്റെ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? നമ്മളിവിടെ ഉണ്ടാക്കുമ്പം ചീപ്പ് മാനുഫാക്ചറിങ് ആണ് എല്ലാവരും നോക്കും. ചീപ്പ് മാനുഫാക്ചറിങ്ങും വോള്യൂം സെല്ലിങ്, എന്നാൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ തന്നെ സിട്രൺ, എത്ര ആൾക്കാർ സിട്രൺ മേടിക്കുന്നുണ്ട്? ഉഗ്രം വണ്ടികളാണ്. അവരെന്തൊക്കെ ആദ്യം ഒരു മിസ്റ്റേക്ക് കാണിച്ച് അവരൊരു ബെയർ മിനിമം ഇന്ത്യൻ മാർക്കറ്റ് അവർ മിസ്ജഡ്ജ് ചെയ്തിട്ട് കുറേ ബെയർ മിനിമം വണ്ടികൾ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോഴത്തെ സിട്രൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രം വണ്ടികളാണ്. പക്ഷെ സെല് ചെയ്യുന്നില്ല. മാസം ഒരു 3 ഡിജിറ്റ് ഫിഗറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എന്നുവെച്ചാൽ ആൾക്കാർക്ക് അവയർനെസ് ഇല്ലായിട്ടാണോ നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെയുള്ള നല്ല വണ്ടികൾക്കായിട്ട് റെഡി ആവാത്തോണ്ടെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എന്ന് വെച്ചാൽ ഹോണ്ടയുടെയൊക്കെ നിങ്ങൾ കാണുന്ന ഹോണ്ട അല്ല ശരിക്കുള്ള ഹോണ്ടയ്ക്ക് ഒരുപാട് നല്ല നല്ല വണ്ടി. ഇപ്പോൾ ടൈപ്പ് R കണക്കുള്ള, മനസ്സിലല്ലേ, ഹോണ്ട ടൈപ്പ് R, അതൊക്കെ നല്ലൊരു എന്തൂസിയാസ്റ്റിക് സെഡാൻസ് ആണ്. അതുപോലെ സിവിക്കിൻ്റെ SI, ഒരുപാട്. അതുപോലെ കൊറോളയുടെ എടുക്കുകയാണെങ്കിൽ കൊറോളയുടെ GR എന്ന് പറയുന്ന സാധനമുണ്ട്, അറിയാം, റേസിംഗ്. അവരുടെ ഒരു റേസിംഗ് പെഡിഗ്രിയുള്ള വണ്ടികൾ അല്ല, അവരുടെയൊക്കെ ഒരു എന്തൂസിയാസ്റ്റ് കാസാണ് ഞാൻ പറയുന്നത്. അതിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെച്ചാൽ അതിനുള്ള ടേക്കേഴ്സ് ഇല്ല. അല്ലെങ്കിൽ എനിക്കറിഞ്ഞു ഇപ്പം ഇന്ത്യയിൽ കാശല്ല പ്രശ്നം. എന്താ അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഇതർ നമ്മുടെ പീപ്പിൾ ആർ നോട്ട് ഇൻഫോംഡ് അബൌട്ട് വാട്ട് ഈ പുറത്ത് എന്താണ് നല്ല നല്ല വണ്ടികൾ ഉള്ളതെന്നുള്ള ഇൻഫോംഡ് അല്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സസ് മാത്രമല്ല, ഈ 4 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ 4 മീറ്ററിനുള്ളിന് ടാക്സ് എക്സെപ്ഷൻ. 4 മീറ്റർ ഇപ്പോൾ 4.2 അല്ലെ 4.3 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റാൻ പോകുന്നു? ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള ഓരോ ടാക്സേഷൻസ്. അത് കണക്ക് തന്നെ ഓക്കെ. പിന്നെ പെട്രോൾ ആണെങ്കിൽ 1.2 വരെ, ഡീസൽ ആണെങ്കിൽ 1.5 ലിറ്റർ വരെ ടാക്സ് എക്സെപ്ഷൻ കിട്ടും. ടാക്സ് എക്സെപ്ഷൻ അല്ല, കുറച്ച് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മാനുഫാക്ചറർ വണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. മനസ്സിലായി? അവർക്ക് കുറേ ഇൻ്റർനാഷണൽ മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഫോക്സ് വാഗൺ നമ്മുടെ പുതിയ ജനറേഷൻ പോളോ വരാത്തതിൻ്റെ ഒരു മേജർ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിന് നീളം കൂടുതലാണ്. ഇപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവരൊരു എന്താ റീഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ലാഭത്തിലല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ വീണ്ടും പോയിട്ട് മാരുതി മേടിക്കുള്ളൂ. ഹ്യുണ്ടായുടെ കാര്യം പറയാം. പക്ഷെ വേറെ ഡിഫറെന്റ് കാസ് എല്ലാരും എടുക്കണ്ടല്ലോ ഇന്ത്യയില്. ഡിഫറെന്റ് കാസ് വെച്ചാൽ അത് പ്രീമിയം സെഗ്മെന്റ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു കോമൺ മാനിൽ കോമൺ മാനിൽ സ്റ്റിക്കിംഗ് ടു മാരുതി. ഇതെന്ന് വെച്ചാൽ മാരുതി മേടിക്കും, ഹ്യുണ്ടായി മേടിക്കുന്നത്. നമ്മുടെ ആൾക്കാർ എന്താ മേടിക്കുന്നത്? ക്രെട്ട കുറെ മേടിച്ച് കൂട്ടുന്നുണ്ട്, മനസ്സിലായി. ഹ്യുണ്ടായിൽ നല്ല ഹ്യുണ്ടായി എൻ ലൈൻ എന്ന് പറഞ്ഞ കുറേ വണ്ടികൾ ഇവിടെ ഇറക്കുന്നുണ്ട്. പക്ഷേ പുറത്തുള്ള എൻ ലൈൻ നോക്ക്. പുറത്തുള്ള എൻ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള എൻ ലൈൻ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടിയല്ല പുറത്ത് കിട്ടുന്നത്. പിന്നെ നമ്മളിപ്പം സുസുക്കി പറയുന്നു. സുസുക്കി ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുസുക്കി എന്ന് പറയുന്ന വണ്ടി നിങ്ങൾക്ക് കാണാൻ കിട്ടൂല, വളരെ കുറവേ ഉള്ളൂ. യു എസിൽ പോയി നോക്കും സുസുക്കി എത്ര ഉണ്ട്. അല്ല പോട്ടെ, യു എസ് വരെ ഒന്നും പോകണ്ട, മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കും. മിഡിൽ ഈസ്റ്റിൽ സുസുക്കി എന്ന് പറയുന്ന വണ്ടി കുറച്ച് വണ്ടികൾ ഈ റെൻ്റ് കാറായിട്ട് ഓടുന്നതല്ലാണ്ട് എവിടെയാണ് ഒരു ജെന്യൂൻ ഒരു നല്ലൊരു ബയർ, എന്തൂസിയാസ്റ്റിക് ബയർ എവിടെയാണ് സുസുക്കി മേടിക്കുന്നത്? ഡ്രൈവബിലിറ്റി ഒരു എന്താ പറയാ, നമുക്ക് നമ്മുടെ ഒരു പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ വെച്ചിട്ട് മേടിക്കാൻ പറ്റുന്ന ഓരോ കൺട്രിയിലും അതിൻ്റെതായ വേരിയേഷൻ. പക്ഷെ അത് ചെയ്തോട്ടെ. അതിന്റെ കൂടെ തന്നെ കുറച്ച് നല്ല വണ്ടികൾ കൂടെ നമ്മൾ ഡിസേർവിങ് ആണ്. പക്ഷെ നല്ല വണ്ടികൾ ആരെങ്കിലും തരുമ്പോൾ അതിനെ നമ്മൾ മേടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ പലതും ആ വണ്ടികളെ പറ്റിയിട്ട് നമ്മൾ തിരിഞ്ഞുപോലും നോക്കാറില്ല. ഭയങ്കര കാശായ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഗവൺമെന്റ് പോളിസീസിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഫോക്സ് വാഗൺ ഇപ്പൊ ഫുള്ളി ഇമ്പോർട്ട് ചെയ്തിട്ട് ഗോൾഫ് കൊണ്ടുവന്നു. എത്ര ആൾക്കാരെ മേടിച്ച് 10-65 വണ്ടി കൊണ്ടുവന്നു, ഫുൾ സോൾഡ് ഔട്ട് ആയി. മനസ്സിലായി. പൈസ അല്ല, ടേക്കേഴ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു പ്രീമിയം ഒരു സെഗ്മെന്റിൽ ടേക്കേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ന്യൂ ജനറേഷൻ ഉണ്ട്. അവർക്ക് ഒരു എന്തൂസിയാസ്റ്റിക് വണ്ടി ഇപ്പോഴും എനിക്ക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ കാർ എന്തൂസിയാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇന്ത്യ വന്നിട്ട് ഒരു വണ്ടി മേടിക്കണമെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ ഇലക്ട്രിക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പിന്നെ ചൈനീസ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ചൈനീസ് മാനുഫാക്ചറേഴ്സ് ഇപ്പോൾ നമ്മുടെ അവിടെ നിന്ന് BYD മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഇപ്പം MG ഉണ്ട്, അവരും കൂടുതൽ ഇലക്ട്രിക്കാണ്. പക്ഷെ ചൈനീസ് മാനുഫാക്ചറേഴ്സ് വരാണ്ടിരിക്കുന്നത് നല്ലത്. ബിക്കോസ് അവർക്ക് എന്താ പറയുക, അവർ കൺസിസ്റ്റൻസി ഇല്ല. അവർക്കൊരു ജനറലി അവർ 1.5 ടർബോയും 2 ലിറ്റർ ടർബോ, ഇതാണ് അവരുടെ ഇഞ്ചിൻ പെട്രോളിൽ. പിന്നെ അവർക്ക് ഈ ഒരു കൺസിസ്റ്റൻ്റ് അല്ല അവർ, മനസ്സിലായി. ഇപ്പോൾ നമുക്ക് പാർട്സ് കൺസിസ്റ്റൻറ്റ് പ്രശ്നങ്ങളുണ്ട്. സോ ദേ ആർ നോട്ട് എ ഗുഡ് ഓട്ടോമൊബൈൽ. ഇലക്ട്രിക്കൽ അവർ നല്ലതായിരിക്കും, ബട്ട് ഒരു എന്താ പറയുക ഫോസിൽ ഫ്യൂവലിൽ അവരത്ര നല്ലതല്ല. അപ്പം എനിക്ക് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മാനുഫാക്ചറേഴ്സിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്തൂസിയാസ്റ്റിക് കാർസ് കൊണ്ടുവരും. ഹോണ്ട അടുത്ത് എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത്, ഹോണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഹോണ്ട അല്ല ഹോണ്ട. ശരിക്കുള്ള ഹോണ്ട ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവർക്ക് ഒരുപാട് നല്ല നല്ല വണ്ടികളുണ്ട്. അത് കൊണ്ടുവരൂ. ജനറേഷൻ മാറി, മനസ്സിലായില്ലേ? ജനറേഷൻ മാറി. ഇനിയെങ്കിലും നമ്മുടെ പിള്ളേരൊക്കെ നല്ല നല്ല വണ്ടികൾ ഓടിച്ച് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് നല്ല റോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ സോ വി ക്യാൻ ഡ്രൈവ് ന്യൂ കാർസ്. അല്ലാതെ നമ്മൾ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് കുറേ കാർസ് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് പൊക്കത്തിലുള്ള വണ്ടികൾ. സെഡാൻ എവിടെ? ഗ്ലോബലി സെഡാൻ കുറഞ്ഞു, പക്ഷെ നമ്മുടെ നമുക്ക് നല്ല നല്ല സെഡാൻസ് ഉണ്ട്. സെഡാൻസ് എവിടെ? ഇപ്പോൾ കുറേ ജാക്ഡപ്പ്, എല്ലാവരും SUV പറയാം, കുറേ ജാക്ഡപ്പ് കാർസ്, ഒരു ചെറിയ പെട്ടി വണ്ടികൾ കുറച്ച് പൊക്കി വെച്ചിട്ട് ഓടിച്ചു. അതാണോ കാർസ്? എല്ലാവരും അതിൻ്റെ പുറകെയാണ്. പക്ഷെ അങ്ങനല്ല. ഈ ശരിക്കും അതുകൊണ്ടാണ് ഈ മാനുഫാക്ചേഴ്സ് കൊണ്ടുവരാത്തത് നല്ല വണ്ടികൾ. അത് നമ്മുടെ നോളജ് ഇല്ലായ്മ ഒരു കാര്യമാണ്. ഗവൺമെൻറ് പോളിസി ഒരു കാര്യമാണ്. നമ്മുടെ ആൾക്കാരുടെ നോളജ് ഇല്ലായ്മ, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഫീച്ചറിലേക്ക് എല്ലാ വണ്ടികൾക്കും ഫീച്ചർ. നിങ്ങൾ യൂറോപ്പിലുള്ളൊരു കാർ കണ്ടിട്ടുണ്ടോ? എന്ത് ഫീച്ചർ അതിനകത്ത്? ഫീച്ചർ ഇല്ലാന്നല്ല, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വണ്ടി ഓടിയില്ലെങ്കിലും ഫീച്ചർ വേണം. സൺറൂഫ് വേണം. എവിടെ കൊണ്ടിട്ട് സൺറൂഫിനാണ്? സൺറൂഫ് ഇല്ലെങ്കിൽ വണ്ടി സക്സസ്ഫുൾ ആവില്ല. എന്തിനാണ് സൺറൂഫ്? നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി ഞാൻ പറയുന്നത്. സൺറൂഫ് വേണം. എവിടെ തലയിട്ട് പുറത്ത് നോക്കാനാണ്? പിള്ളേരെ തലയിട്ട് പുറത്ത് നോക്കുന്നത് അത് ഭയങ്കര റിസ്കി ആയിട്ട് ഒരു കാര്യം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പാനറോമിക് സൺറൂഫ്, ചൂടെടുത്തിട്ട് അതിന് തിരിക്കാൻ പറ്റൂല പാനറോമിക് സൺറൂഫിൽ. അത് വേണ്ടാത്ത ഫീച്ചറുകളാണ്. അപ്പം മാനുഫാക്ചറിങ് സിസ്റ്റംസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡൂക്കിൾ കാറുകൾ ഉണ്ടാക്കി പറഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ്. ഹ്യുണ്ടായിക്ക് നല്ല വണ്ടികൾ ഉണ്ടാക്കാൻ അറിഞ്ഞിടാത്തതുകൊണ്ടൊന്നുമല്ല, അവർക്ക് അവരുടെ നല്ല വണ്ടികളും ഉണ്ട്. പക്ഷെ അവർ കുറേ ഫീച്ചേഴ്സൊക്കെ ഇട്ട് ഈ പറഞ്ഞ കണക്ക് ഈ ചൈനക്കാരുടെ സ്റ്റൈല്, ചൈനക്കാരുടെ വണ്ടി നമുക്ക് ശരിക്കും നല്ലതാണ്. അവരുടെ പരിപാടി ഇതാണ്, മൊത്തം ഫീച്ചേഴ്സ് ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കും. ഡിസേർവ് ചെയ്ത കാർ കിട്ടണമെങ്കിൽ ആ നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറണം. നമ്മുടെ ആൾക്കാരുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ബൈയിങ് സ്റ്റൈൽസ് മാറണം. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തോരം ആൾക്കാർ ഒരു കാര്യമുണ്ട്, മൈലേജിനെ പറ്റിയിട്ടല്ല അധികം കൺസേൺഡ് അല്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പുതിയ ജനറേഷൻ വന്നപ്പോൾ
മൈലേജിനെ പറ്റിയിട്ട് അധികം കൺസേൺഡ് അല്ല. സോ എനിക്ക് മാനുഫാക്ചറേഴ്സിന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ അതെ അതെ കാറ് കൊടുക്കൂ, റോൾ ഔട്ട്, അപ്പം വി വിൽ ബൈ. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറയുന്ന നമ്മുടെ ഫോക്സ് വാഗൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പുതിയ പിള്ളേരോട് പറയാനുള്ള ഒരു കാര്യങ്ങളുള്ളൂ, നല്ല വണ്ടികൾ ഓടിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് ഒരു പഴയ ജനറേഷനാണ് ആവരുത്. അല്ലല്ലോ. അതെ. അപ്പോൾ ഇലക്ട്രിക് ഇലക്ട്രിക്കിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. ഇലക്ട്രിക് അത് അത് വേറെ സെഗ്മെന്റ് ആണ്. അത് അപ്കമിങ് ആയിട്ടൊരു സെഗ്മെന്റ് ആണ്. പക്ഷേ ഇനിയിപ്പോൾ ഉള്ള കാലം ഉള്ളിടത്തോളം എത്ര കാലം ഇനി ഫോസിൽ ഫ്യൂൽ നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അത്രയും കാലങ്ങളിൽ നമ്മളൊരു കുറച്ച് നല്ല വണ്ടികൾ ഉപയോഗിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ മൈലേജ് ഡ്രിവൺ കാസിൽ നിന്നൊക്കെ മാറി. ഞാൻ മാരുതിക്ക് അഗൻസ്റ്റ്, സുസുക്കിക്ക് അഗൻസ്റ്റ് ഒന്നും അല്ല കേട്ടോ. നല്ല വണ്ടികൾ അവർ ഉണ്ടാക്കുന്നത്, ട്രബിൾ ഫ്രീ ആണ്. അതൊക്കെയുണ്ട്. പിന്നെ വേറെ ഒരു കാര്യങ്ങൾ മറന്നു കേട്ടോ. ഈ ഫോക്സ് വാഗൺ കാസിനെ പറ്റിയിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നു. പക്ഷേ അത് ഞാൻ പറയാം. ഫോക്സ് വാഗൺ നമ്മുടെ ആൾക്കാർക്ക് വേറെ അറിഞ്ഞിടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസിൻ്റെ മെയിൻ്റനൻസ്, ഈ ഫോക്സ് വാഗൺ ഗ്രൂപ്പ് ആസച്ച് അവരുടെ വണ്ടികൾ നല്ല വണ്ടികളാണ്. നമ്മുടെ ആൾക്കാർ എടുക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണ്. ഒരു ജാപ്പനീസ് കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഒരിക്കലും ഒരു ഫോക്സ് വാഗൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. അതിന് അവർ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷനുള്ള ഓയിൽസ് വേണം, ജെന്യുവിൻ പാർട്സ് വേണം, അവർ പറയുന്ന സമയത്തിന് സർവീസിന്, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ സർവീസ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ ഈ വണ്ടികളൊക്കെ കുഴപ്പമില്ലാണ്ട് ഓടുകയുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് വെരി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. ജാപ്പനീസ് കാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ടു മെയിൻറ്റെയിൻ, ഈസി മാനുഫാക്ചറിങ് ടെക്നിക്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായി? പക്ഷേ ഫോക്സ് വാഗൺ കാർസ് ആർ മോർ കോംപ്ലെക്സ്. ദേ ആർ എഞ്ചിനീയറിംഗ് മാർവൽസ്. ദേ ക്രിയേറ്റ് വെരി ഗുഡ് എഞ്ചിനീയറിംഗ് മാർവൽസ്. ഇപ്പോൾ നമ്മുടെ ഫോക്സ് വാഗൻ്റെ 1 ലിറ്റർ TSI അതൊക്കെ ഉഗ്ര എഞ്ചിൻസ് ഒക്കെയാണ്. അതൊക്കെ അതിൻ്റെ ടോളറൻസ് ലെവലൊക്കെ ഒരുപാട് കൂടുതലാണ്. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് ടേക്ക് കെയർ ചെയ്ത് ജെന്യൂൻ ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ഉപയോഗിക്കണം. അതൊക്കെ വരണമെങ്കിൽ ഒരു മാർക്കറ്റ് ഇവോൾവ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ കിട്ടാനും നല്ല നല്ല വണ്ടികൾ കൊണ്ടുവരാൻ മാനുഫാക്ചറേഴ്സിന് തോന്നുകയുള്ളൂ. സോ എനിവേസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കുറേ നേരം പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല വണ്ടികൾ മേടിക്കാനും ഉപയോഗിക്കാനുള്ള ഭാഗ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ടിൽ ദെൻ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.